പൊളിച്ചൊക്കെ ഒരു 4:30 കഴിയുമ്പോൾ ഏട്ടനും അച്ഛനും വിളിച്ചിട്ടാണ് എണീച്ച് വെള്ളം കയറുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നാ പറയണ്ടേ, എങ്ങനെയല്ലോ കൂടി ഓടി എണീച്ച് താഴെ പോയി നോക്കുമ്പോഴത്തേക്ക് വണ്ടി താടിയാ വെക്കലേനു. ആടുന്ന് വണ്ടി ഏകദേശം വെള്ളത്തിൽ ആയ സ്ഥിതിയായിന് എൻ്റെ കാറ്. അപ്പോൾ അത് വേഗം ഓടിപ്പോയി എടുത്ത് എങ്ങനെയല്ലോ കൂടി ഷാർട്ടാക്കി അങ്ങനെ നേരെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാനല്ലോ, നേരെ അങ്ങ് അപ്പുറം കൊണ്ടുവച്ച്. ഏകദേശം ഒരു 8:30 ആകുമ്പോഴത്തേക്കുള്ള അവസ്ഥയാണ് ഇതായത്. ഇങ്ങനെ നല്ല എലിക്ക് വെള്ളം തടിച്ച് നല്ല എലിക്ക് ഈ ചളിവെള്ളം കാണില്ലേ, പുഴയ്ക്ക് ചളിവെള്ളമായത് അങ്ങനെ കയറിയിട്ടുള്ള അവസ്ഥയായത്. നമ്മൾ പണ്ട് വായനെ കൊണ്ട് കൂട്ടിക്കെട്ടിയിട്ട് തോണിയാക്കിനല്ലോ. അച്ചാപ്പനും ടീമും മുങ്ങിപ്പോയി എല്ലാം മുങ്ങിപ്പോയി. അങ്ങനെ വെള്ളത്തിൽ ശരിക്കും നിന്നാ അങ്ങനെ മുങ്ങൂല, അതിന്റെ നിലക്കായിട്ട് ബ്ലും മുങ്ങിപ്പോയി. അത് തോണി എല്ലാരും അപ്പുറം നിന്നിട്ട് കാഴ്ചയാണ്. ഇപ്പം ശരിയാണ്, കുറച്ചും കൂടി കയറിയാൽ ഇതെല്ലാം പോകും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര വെള്ളം കയറലുണ്ട്. കൊറേലൊന്നല്ല, ചെറുങ്ങനെ നിന്നേപ്പില് കേന്നേന്ന് നമ്മളിതാ ഇങ്ങനെ ഇപ്പിലെല്ലാം മരിച്ചിട്ട് എന്താക്കുന്ന പറയാ, ഇങ്ങനെ ഓരോ സ്ഥലത്തായി. ഇതിപ്പം നേരത്തെ അടയാളം വെച്ചതാന്ന് തോന്നുന്നു, പോരാ. ഇനി പീടെ അടയാളം വെക്കും. ഇനി ഇതിൻ്റെ മേലെ മുട്ടിക്കഴിഞ്ഞാൽ വെള്ളം കയറില്ലാന്ന്. ഇനി അങ്ങോട്ട് പോകുകയാണെങ്കിൽ കീലാണ്. നമ്മളെ റൂട്ടിൽ ഇത്രം വരെ വെള്ളമാണ്. അങ്ങോട്ടുള്ള ശേഷം അരേൻ്റെ അത്രം വരെ വെള്ളം ഉണ്ടാവും നമ്മളെ റോഡ് എന്ന് പറയുമ്പോൾ. ഇതൊന്ന് വെള്ളത്തിക്കാന്ന് വെച്ചാൽ വെള്ളത്തിക്ക് കളി തന്നെയാണ് പണ്ട് വെള്ളം കയറിയത്. പക്ഷേ എങ്കിൽ ഇന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പോ അങ്ങനത്തെ എന്തെല്ലോ സാധനങ്ങളുണ്ടാവും, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത്ര വരെ വെള്ളമായി. ഇനി പൊതിക്കാൻ കഴിയില്ല, പൊതിക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല. ചങ്ങാടാക്കിയിട്ട് വാഴ ഉണ്ടായി തീർത്തിട്ട് ചങ്ങാടാക്കിയിട്ട് ഇരുട്ടെല്ലാം പണ്ട് കളിക്കും. എല്ലാം ആടെന്ന് ഭർത്താവുന്നുണ്ട്. ഇനി റോഡുമ്പോൾ തേച്ച് ആളായിരിക്കും വെള്ളം കയറി നോക്കാനും അഭിപ്രായം പറയാനും അങ്ങനെയെല്ലാം ഇഷ്ടംപോലെ ആളുണ്ടാവും. ചലോ പാണ്ടി ഇറക്കിയാലോ? ശാലു കുറേ ചുറ്റി കിടക്കും. വലുതൊരു വീടാടിയായോണ്ട് വേഗം ഇങ്ങോട്ട് വരാം. പിള്ളമാരെല്ലാം വന്ന് വെള്ളത്തിൽ കളി തുടങ്ങിയിട്ടുണ്ട്. ഹായ്, ഇത് ഇങ്ങനെ എല്ലാ കൊല്ലവും കയറുന്നതാണ് പണ്ടല്ലോ ഇത്രയും വരെ. ഇതൊരു നമുക്കൊരു എല്ലാ മഴക്കാലത്തും ഇത്രയും വരെ കയറിയാൽ ഒരു സന്തോഷമാണ്. ഇത്രയും വരെ കയറും, നമ്മൾ 2-3 ദിവസം സ്കൂളിലെല്ലാം ലീവ് കിട്ടും, അങ്ങനെ അങ്ങ് പോവും. ഹായ് 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 ഹായ്. എന്തുണ്ട് അടിയിൽ, എന്തുണ്ട് അടിയിൽ കുറേ ഉറുമ്പും കൂടെല്ലാം കളിയിട്ട്. ഉറുമ്പും കൂടുന്നല്ല, എല്ലാ ടീംസും ഇപ്പോൾ കളിയിട്ടുണ്ടാവും. മലക്കന്ന് പൊട്ടിയതല്ലേ, ഫാമിലിയായി താമസിക്കുന്ന പാമ്പ്, മലമ്പാമ്പ്, പെരുമ്പാമ്പ് എല്ലാ ടീംസും ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ക്ഷുദ്രജീവികളുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹായ് ഹായ്. അപ്പോൾ ഇതാ ഇത്ര പേര് പറഞ്ഞിട്ടുണ്ട്, ആരേൻ്റെ അത്ര പേര് കേരളം തന്നെയാണ്. നമ്മൾ അടയാളം വെച്ച സാധനം കണ്ട അത് മുട്ടി കേരളം കേട്ട് കുറച്ചും കൂടി കയറിക്കോട്ടു അല്ലേ? കഴിഞ്ഞ ചെറുങ്ങനെ കയറിയത് കണ്ടില്ലേ? അല്ല 18 കണ്ടിട്ടുണ്ടാവില്ലേ? തോണി പോകണം, തോണി. നമ്മൾ ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറേ വീടുണ്ട്, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ആടത്തേക്കാണ് ഈ പുഴയിലെ വെള്ളം കയറിയാൽ ഫസ്റ്റ് കയറും. അപ്പോൾ അനുപാടിൻ്റെ ആന്തേച്ചിൻ്റെ അവരെല്ലാം ആ വീട്, അതിൻ്റെയും ബാക്കിൽ വേറെ അവരെല്ലാം വീടുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ വെള്ളം കയറുന്ന സമയത്ത് ഒഴിയണം. ഇങ്ങോട്ടൊന്നും വലിയ പ്രശ്നമില്ല, പുഴേൻ്റെ സൈഡിലുള്ള വീടുണ്ട്, അവിടെ 1-2 വീട്ടിൽ എന്തായാലും വെള്ളം കയറും. ഇത്ര വെള്ളം കയറിയാൽ പോലും ആ വീട്ടിലെല്ലാം വെള്ളം കയറും. അപ്പോൾ അവർ സാധനമെല്ലാം എടുത്ത് ഒയ്യണം. ഏകദേശം 4:40 നമ്മളോട് അച്ഛൻ എണീച്ച് നോക്കുമ്പോൾ സംഭവം കണ്ടത്. നമ്മളറിഞ്ഞിട്ടില്ല. എപ്പോൾ നമ്മളെയാണ് ആദ്യം അറിയിക്കില്ല അപ്പുറത്തെ സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിളിച്ചിട്ട് എല്ലാവരോടും പറയും. ഇപ്രാവശ്യം നമ്മളാദ്യം അറിഞ്ഞിട്ടില്ല.
വേറെ ആരോടാന്ന് വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് വണ്ടി ഈ ഭാഗത്തുള്ള വണ്ടി ചോദിച്ചു അപ്പുറത്തെ സൈഡായി. നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തെല്ലാം നമ്മളെ അറിയിക്കരും. അതുകൊണ്ട് ഈ ഭാഗത്തുള്ളവരെല്ലാം ആൾക്കാർ മാത്രമേ അപ്പുറം പോകും, വണ്ടിയല്ല ഇപ്പുറം ഉണ്ടാകുക. നമ്മൾ ഈ റോട്ടിലോട്ട് പോകുന്ന വണ്ടിയില്ല, ഇതെല്ലാം അപ്പുറത്തല്ലേ. ആൾക്കാർ ചോദിച്ചു അതിലോട്ട് എങ്ങനെ നമുക്കിങ്ങനെ ഇതിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ ജിഷ്ണുവിൻ്റെ വീടിൻ്റെ അതിലോട്ട് അങ്ങനെ കയറിയിട്ട് റോട്ടുമേലേക്ക് എത്താം. കൃപാലിൻ്റെ എല്ലാം വീടിൻ്റെ അതിലോട്ട് കയറി എത്താം. എനിക്കാണെങ്കിൽ കുറേ മില്ലിൽ ഓർഡർ കൊണ്ട് കൊടുക്കാനുണ്ട്. അതിന് കരണ്ടില്ലല്ലോ കരണ്ടില്ല. ദാസാട്ടൻ മുട്ടക്ക് പോയി, നമ്മളെ മില്ല് മുട്ടക്കാണ്. കരണ്ടില്ല, അതാ പ്രശ്നം. മിഞ്ഞാന്നേ പോയ കരണ്ട്, ഇന്നലെയും പോയി കരണ്ടും ഇല്ല. അങ്ങനെയുള്ള ആകെ ട്രാപ്പായിട്ടുള്ളത്. 19 പ്രളയത്തിൽ കൂട്ടിയിട്ട് വന്നേ നമ്മളെല്ലാം. ഇന്നലെ ഇങ്ങനെ ബോട്ടിലിങ്ങനെ ഇവിടെ നമ്മൾ കൈ കൊണ്ട് ഇതെല്ലാം വിളിച്ച് കൃപാലാടാ ഇതേ ചിരി. എന്റെ എനിക്ക് ഓർമ്മയുണ്ട്, നിന്റെ മുഖത്ത് അന്നും ഇതേ ചിരിയായിരുന്നു. നീ അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ അതുകൊണ്ട് സെൻട്രലിലെ ആ സ്റ്റെപ്പിന്റെ സ്കൂളിൽ പോണം. നമ്മളെ സ്കൂളിലാടി ഇരിക്കുമ്പോ മുസ്തഫ ഷാദിനെ അറിയാം. പാവനൊരു ആരെല്ലാം ഉള്ളേ വെള്ളം കയറുന്നുണ്ട്, വീട്ടുപോട് അപ്പൊ അതുകൊണ്ട് ഒരു സന്തോഷം. എല്ലാവർക്കും ലീവ് പൊങ്ങൻ എന്നെ നേരം. അച്ഛനെല്ലാം അങ്ങനെ കണ്ടോട്ടെ യൂട്യൂബിലിട്ടുണ്ടോ? ഇപ്പം വരില്ല, ഇത് ഇട്ടതിന് ശേഷമേ വരൂ. നിങ്ങൾ കളിച്ചോടാ, നമ്മളിങ്ങനെ അന്നേരം വെള്ളത്തിൽ നമ്മളെല്ലാം കളിച്ചിനി കളിക്ക്. ഇപ്പം വെള്ളം കയറുമ്പോൾ കളിക്കാനാവും. ഇനി അടുത്ത കൊല്ലം കയറിയിട്ടുണ്ടെങ്കല്ലേ ഇതെല്ലാം ഒരു രസല്ലേ. കപ്പ് സോപ്പും അല്ല, വെള്ളം കയറി വണ്ടി ചെയ്യാൻ വേണ്ടി കാത്തിക്കുന്ന വർഷനുണ്ട് ഇതുപോലത്തെ. എന്റെ അമ്മേ, കാലാവസ്ഥയെല്ലാം മാറിയല്ലേ. ഓ ഇവിടെ ലോഡിങ് എന്തെല്ലോ പണി നടക്കുന്നുണ്ടേ. പണി ആച്ചെല്ലാം മാറി കേട്ടാ, ആച്ചെല്ലാം മാറി. പുഴക്കരക്കരുത് നോക്കുന്നവനുണ്ട്. ഓടിയോ ഇങ്ങനെ കറങ്ങൾ കുറഞ്ഞല്ലേ. ഒരു സാധനം എടുക്കാനുണ്ട്, അപ്പോൾ റോഡിന് പോയിട്ട് വരാം. റോഡ് അതാത് ഇങ്ങനെ പോയാലാ അത്ര വളരെ ചെറിയ മിനിറ്റുകളുണ്ട് അവിടെ എത്തുന്ന. ഞാൻ പോകുന്നതാണ്, നനയാണ്ട് പോകണമെന്നുണ്ട്. നനയാണ്ട് പോകാം. കാന്താരി തയ്യലുണ്ട് ഇവിടെ. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു വെള്ളത്തിലിട്ട് നന്നാകാറ്. ഇങ്ങനെ പോയിട്ട് അപ്പോഴത്തേക്ക് മഴ പെയ്ത് കേട്ടാ, പൊടിയെടുത്ത് നന്നായി. അതുകൊണ്ട് ആ കാണുന്ന ഞങ്ങൾക്ക് കൃപാലിൻ്റെ വീട്. കാറ്റ് വീശിയിട്ടുണ്ടെങ്കിലാ പണിയാകാം. അതാണ് കൃപാലിൻ്റെ വീടാ കാണുന്നത്. സ്ഥിരമായിട്ട് പണ്ട് അയ്യോ മഴ. അങ്ങനെ നടന്ന് അതിലൂടെ കയറിയിട്ട് നോക്കുന്നുണ്ട്. അതിലൂടെ കയറാൻ വീഡിയോ എടുക്കാതെ പറ്റില്ല. അപ്പോഴത്തേക്ക് നല്ല മഴയും കാറ്റും എല്ലാം പോയി. ഇപ്പോൾ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെ ഫുള്ള് ഇതെല്ലാം വയലാണ് കേട്ടോ. ഈ സൈഡിലെല്ലാം ഇതെല്ലാം ഇങ്ങനെ ഇതിൻ്റെ അപ്പുറം പുഴയായോണ്ടാണ്
ഇങ്ങനെ എവിടെയാണ് നമ്മളെ വീട്. നല്ല കാറ്റുണ്ട്. നമ്മൾ ഈ തോട് വഴിയാണ് വെള്ളം ഇങ്ങോട്ട് വരും. അതായത് ഇപ്പം ഇങ്ങോട്ടേക്ക് ഇറക്കാന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. നേരെ കയറുന്നതാണെങ്കിൽ ഇങ്ങോട്ടേക്കാണ് ഈ ഒഴുക്കുണ്ടാവുക. അങ്ങോട്ടേക്ക് ഒഴുകുന്ന ഒഴുക്ക് നേരെ ഇങ്ങോട്ടേക്കാണ് ഈ സൈഡിലേക്ക്. ടീംസെല്ലാം വരുന്നുണ്ട്. നല്ലോണം വെള്ളം തടിച്ചാൽ ഇവിടുന്ന് കേരളാന്ന് പറഞ്ഞാൽ തീരില്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇട്ട് പോകും. അന്നേരം മേലേക്കാണെങ്കിൽ കയറ്റം, ഇപ്പോൾ താഴേക്കാണ്, അതുകൊണ്ട് ഇറക്കാം. എന്നേ 19 ഈടുന്നെല്ലാം ഈ റോട്ടുമ്മിലും വെള്ളമെല്ലാം, ഈ റോട്ടുമ്മിൽ ഏകദേശം നമ്മളെ അരപ്പോര വെള്ളം ഉണ്ട്. അരപ്പോര പോരാ, ഏകദേശം അന്നേരം ഇതിലോട്ട ബോട്ടിങ് ഇങ്ങനെ കടവിലേക്ക് പോയിട്ട് അങ്ങ് നമ്മൾ നേരെ പോകുന്നത് പാണൂർ കടവാണ്. അപ്പോൾ അങ്ങേക്ക് പോയിട്ട് തോണിയിൽ ആളെ കൂട്ടിയിട്ട് എല്ലാം വന്നിട്ട് ആണ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് മത്സ്യത്തൊഴിലാളികൾ ആ സമയത്തില്ലേ, പ്രളയത്തിൻ്റെ ആ സമയത്ത് അങ്ങനെ കുറേ ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാം ബാക്കിയായത്. നമ്മളല്ല അവിടെ കുറേ ആൾക്കാർ. അതായത് ഇപ്പോൾ അപ്പോഴത്തേക്ക് മഴ പെയ്ത് പോയക്ക് പോവാന്ന് വിചാരിച്ചത്. മഴ പെയ്തു. ഇത്ര സ്ലോയില് പറഞ്ഞു. അല്ല അങ്ങനെയല്ല, നമ്മൾ പുഴക്കേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, ചവ് വണ്ടി എടുത്ത് വരുവാ റെഡി ആയതാണ്. അപ്പോഴത്തേക്ക് മഴ പെയ്ത്. ഇനിയിപ്പോൾ പുഴക്കേക്ക് പോകാൻ കിടക്കൂല. ആരെങ്കിലും പുഴക്കേക്ക് പോകുന്നുണ്ടെങ്കിൽ പുഴക്കേ അവസ്ഥ നമുക്കൊരു വീഡിയോ എടുത്ത് അയച്ചു തരണേ. ഈ വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുന്നിടത്തേക്ക് പോവാം. വണ്ടിങ്ങനെ ഒരു കുടയിൽ നമ്മൾ 3-4 ആളുകൾ നടക്കും, ചെറിയ കുടയിൽ. ഞാനൊന്നും അങ്ങനെ പോയില്ല. കൊട ഇല്ലായിട്ടല്ലോ എടുക്കാണ്ട് പോകുന്നല്ലേ. ഞാൻ പണ്ട് മഴയായ സ്കൂളിൽ പോക്കില്ല. നമ്മളൊന്നും അങ്ങനെ വാഴയിലും ചെയ്യാൻ നമ്മൾ കൊടയിൽ മുമ്പത്തെ വീഡിയോ നോക്കിയാ ഞമ്മളാ ഞാൻ പറഞ്ഞൊന്നുമില്ല. ഞാൻ അതിലോട്ട് തന്നെയാ പോവാ വീട്ടിലേക്ക്. ഇനിയിപ്പോൾ അങ്ങനെ ചുറ്റാനൊന്നും കഴിയില്ല. അപ്പം ഞാൻ കൃപാലും കൂടി വെള്ളത്തിലൂടെ വീട്ടിലേക്ക് നടക്കാനുള്ള പരിപാടിയാണ്. വെള്ളമുണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മൾ പരീക്ഷണം. നവല് വരുന്നുണ്ട്, നവൽദാസ് വരുന്നുണ്ട്. ആ ധൈര്യത്തിലാ പോകുന്നു. ഓന് നടക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നടക്കാമല്ലോ. ഒരു വണ്ടി എടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി നടന്നു. വെള്ളം ഇതെല്ലാം അടയാളം വെച്ചേട്ടാ. ഇത് ഓരോ അടയാളം വെക്കുന്ന ഇറക്കോ ഇറക്കാം. പോട്ടെ, ഓക്കെ ബൈ. അപ്പതാ ഫുൾ എങ്ങും വെള്ളം. ഈ വയലിൽ ഒരാൾ മുങ്ങേണ്ട വെള്ളമുണ്ട്. സെന്ററിലോട്ടാ. ഇതിന്റെ അപ്പുറവും ഇത് വയലാന്ന്, ഇതിന്റെ അപ്പുറവും വയലാന്ന്. സെന്ററിലോട്ട് തന്നെ നടക്കണം. ഫസ്റ്റ് കുണ്ടിൽ കയറി ഇറങ്ങി. കുണ്ടുണ്ട് കുണ്ട് നിങ്ങൾ നടക്കുന്ന സൈഡ്. അത് ഞാൻ സെൻട്രലല്ല റോഡിന്റെ. ഈടെയാണ് ഈടെ കുറച്ച് ഇത് ഇത്ര പ്രശ്നമില്ല. ഇവിടെ പ്രശ്നമില്ല. ഇത് ബെൻഡാണ്, കുറച്ച് താഴ്ചയാണ് ഈ സ്ഥലം. ഇവിടെയാണ് കുറച്ചധികം വെള്ളം ഉണ്ടാവുക. എന്നാലും കുഴപ്പമില്ല. മുട്ട് കണക്കായിട്ടല്ലേ, പ്രശ്നമില്ല. വലിയ പ്രശ്നമില്ല. ഇവിടെയാ വണ്ടി വെച്ചിനി. ചിന്തിച്ചു നോക്കിയാ വെച്ചാൽ വെള്ളം കയറിനി. ഡോറിന് അടുപ്പിച്ച് വെള്ളം കയറിയത്. അതിലോട്ട് അത്ര വരെയും വെള്ളം. കുഴപ്പമില്ല കേട്ടോ. പക്ഷെ വണ്ടി പോവില്ല. അപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല. പണ്ട് നമ്മൾ നല്ല സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം കയറിയാൽ ചങ്ങാടാക്കലും പോക്കും വരുത്തും നടക്കും വെള്ളത്തിൽ കുളിക്കലും ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രളയത്തിന് ശേഷമില്ലേ അത്ര ധൈര്യമില്ല കൃപാലം. വെള്ളം കയറുമ്പോൾ പേടിപ്പിക്കല പോയിട്ട് കയറുന്നത്. അങ്ങനെയല്ല, എലിപ്പനീനല്ല. വെള്ളം കയറിയ പിന്നെ ഒരു ഇല്ല, ഒന്നും കട്ട് ചെയ്യൊന്നുമില്ല. അല്ല നീ പറഞ്ഞ മണ്ടത്തിരക്കളെ ഏറ്റവും വീഡിയോ ഉണ്ടാവും. ആവില്ല, ഒറ്റക്ക് എടുക്കാനാവില്ല. ഇങ്ങനെ കൊല മഴയൊന്നുമില്ല. അത് അതുകൊണ്ട് ഇത് നമ്മളെ പസാട്ടൻ്റെ യൂട്യൂബ് ചാനൽ ഏതിന് A1 പസാട്ടെ. നമ്മളെ ഇവിടുത്തെ എല്ലാവരും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് മാഷാ. നമുക്ക് കുറേ ഈ വീഡിയോ കാണുന്ന കുറേയൊക്കെ അറിയായിരിക്കും ഈ മുഖം. A1 അതാണ് പ്രസാദിന്റെ യൂട്യൂബ് ചാനൽ. ആ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഡ്രൈവിംഗ് പഠിക്കാം. ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അങ്ങനെ ഫുൾ പ്രൊമോഷൻ ചെയ്യണ്ടപ്പാ, അതിന് പൈസ തരണോ? കിട്ടിയത് എനിക്ക്
കൃപാലിന് വരെ ലൈസൻസ് ബസാട്ടാന്ന് ആക്കി കൊടുത്തിന്. അല്ല ഓടിച്ചിട്ടുണ്ട് ബസാട്ട ആക്കി കൊടുത്തിന്. ആ ഹെവി വരെ ഉണ്ട്. ഹെവി ഒന്നും ഇല്ല, അത് തല്ലാണ്. 4 വീലും 2 വീലും ലൈസൻസ് ബസാറിന് ആയി കൊടുത്തത്. നമ്മുടെ ഈ ഭാഗത്ത് എല്ലാവരും ബസാറിന് എടുക്കുന്നതിനകത്ത് ലൈസൻസ് എടുക്കുന്നത്. അതിന് എൻ്റെ ബാവക്ക് ഒരു ലൈസൻസ് എടുക്കണം ബസാറിന് എടുക്കുന്നത്. എൻ്റെ ബാവക്ക് ഒരു കുഞ്ഞി കാർ ഓടിക്കുന്ന ലൈസൻസ് വേണ്ടേ? ലൈസൻസ് വേണ്ടേ? നമ്മൾ കാർ ഓടിക്കുന്നേ ലൈസൻസ് വേണ? ആ ബസാറിൻ്റെ കാറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇനിയാണ് നമ്മളെ ഈ ആവശ്യത്തിന് നോക്കിത്താത്തുവാന്ന് പറഞ്ഞിട്ടില്ലേ വെള്ളം. അതായത് വണ്ടി എങ്ങനെയെങ്കിലും അപ്പുറം കൊണ്ടുപോകണം. അതിനിപ്പോൾ എങ്ങനെയെങ്കിലും നോക്കിയിട്ട് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ആച്ചിന് രാവിലെ മഴയൊന്നും ഇല്ലാണ്ട് തെളിഞ്ഞുകൊണ്ട്, കാലാവസ്ഥ തെളിഞ്ഞുകൊണ്ട് വലിയ കുഴപ്പമില്ല. വെള്ളം അങ്ങനെ നിന്നിട്ടുണ്ട്, കുറഞ്ഞങ്ങനെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഈ വെള്ളം എന്ന് പറയുന്നത്, ഇവിടെ കൂടുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പെയ്യുന്ന മഴേൻ്റെയോ ഒന്നുമല്ല. ഇത് അങ്ങോട്ട് എവിടെയെങ്കിലും ആറളം, അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വയനാട് ഉരുൾപൊട്ടിയില്ലേ, അങ്ങനെയെല്ലാം അങ്ങനത്തെ എവിടെയെങ്കിലും ഉരുൾപൊട്ടുമ്പോൾ അല്ലെങ്കിൽ മണ്ണിടിച്ച് അങ്ങനത്തെ എല്ലാം വരുമ്പോഴാണ് വെള്ളം പുഴക്ക് തടിക്കുമ്പോൾ പശി ഡാമിലാണ് തടിക്കും. നമ്മളെ ഇരട്ടി പശി ഡാമിൽ വെള്ളം തടിക്കും. നേരെ ഷട്ടർ പൊന്തിക്കുമ്പോൾ ആ വെള്ളം തേച്ച് ഇങ്ങോട്ടേക്ക് വരിക, നമ്മളെ പുഴയിൽ നേരെ ഇങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഉരുൾപൊട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ കലക്ക് വെള്ളം വന്നിട്ടുള്ളത്. മഴവെള്ളം ഇത്ര കലക്കുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പം നല്ല മഴ അങ്ങോട്ടേക്ക് മലക്ക് പെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഈ കേരിയൻ്റെ മേലെ ആദ്യം വെള്ളം വരും. അന്നേരം അത് പ്രശ്നമാവുക. ഇപ്പം അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഇനി ആദ്യം വെള്ളം വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു ലെവലിലേ നിൽക്കൂലും. ഇതെപ്പോൾ ഇങ്ങനെ ഈ ഒരു ലെവലിൽ കയറുന്നതാണ് പണ്ടേ നമ്മളെ ചെറുപ്പത്തിൽ. പക്ഷേ ആ 2019 പ്രളയത്തിന് ശേഷം ഇങ്ങനെ കയറുമ്പോൾ പോലും നമുക്ക് പേടിയാകാൻ തുടങ്ങിയെന്നുള്ളതാണ്. സന്തോഷേട്ടൻ പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ചോറ് എന്നൊരു രംഗമായത്. കാത്തു കൂടെയില്ലേ